ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം പേക്കൂത്തുകളാണ് കാട്ടിക്കൂട്ടുന്നത്. വിശ്വാസവഞ്ചന നടത്തുക, വിശ്വസ്തരായവരെ ചതിക്കുക, ചതിച്ച് കൊല്ലുക കൂടി ചെയ്യുന്ന മനുഷ്യരെയും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇപ്രകാരത്തിൽ വഞ്ചിച്ചും കൊള്ളയിട്ട് ആർജിച്ചുമുള്ള സമ്പത്തുകൾ ഒന്നും തന്നെ അനുഗമിക്കുകയില്ല. അതുകൊണ്ടൊരു കവി പച്ച മലയാളത്തിൽ പറയുകയാണ്, കൊള്ളയിട്ടാർജിച്ച ദ്രവ്യം തൻ്റെ തൊള്ള പൊളിക്കുമ്പോൾ കൂടെ വരില്ല ഹോ, കള്ളപ്രവർത്തി എന്തിനു പിന്നെ തള്ളണം ആശാപിശാചിയേ മർത്യൻ. മനുഷ്യൻ ആശയാകുന്ന പിശാചിൻ്റെ പിടിയിൽപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അധർമ്മങ്ങളെല്ലാം ചെയ്യാൻ തോന്നുന്നത്. അതുകൊണ്ട് ആശയെ തള്ളിക്കളയുന്ന ഒരാൾ പരമസുഖികളാണ്. ഇവിടെ സമ്പത്തോ മണിഹർമ്മ്യങ്ങളോ അതുപോലെ ആഡംബര വാഹനങ്ങളോ ഒന്നിൻ്റെയും ആവശ്യമില്ല. അതൊക്കെ മനസ്സിൻ്റെ ഒരു ഭ്രമം മാത്രമാണ്. മനസ്സിൻ്റെ ഭ്രമം നീങ്ങിക്കഴിഞ്ഞാൽ പരമമായ സുഖം അനുഭവപ്പെടുവാൻ നമുക്കൊക്കെ സാധിക്കുന്നതാണ്. അതിനാൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കി ആ മനസ്സ് ആത്മോന്മുഖമായി തിരിഞ്ഞാൽ പരമമായ സുഖത്തിൻ്റെ ഉടമകളായിത്തീരും നമ്മൾ. അതുകൊണ്ട് കൊള്ളയിട്ടാർജിച്ച ദ്രവ്യം തൻ്റെ തൊള്ള പൊളിക്കുമ്പോൾ കൂടെ വരില്ല. തൊള്ള പൊളിക്കുമ്പോൾ എന്നാൽ മരിക്കുന്ന സമയത്ത് കൊള്ളയിട്ട് ആർജിച്ച സമ്പത്തുകളൊന്നും തൻ്റെ കൂടെ വരില്ല. കള്ളപ്രവർത്തി എന്തിനു പിന്നെ എന്തിനായി കള്ളപ്രവർത്തികളൊക്കെ ചെയ്യുന്നത്? തള്ളേണം ആശ പിശാചിയെ മർത്യൻ. ആശയാകുന്ന പിശാചിനെ മനുഷ്യൻ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് സ്വസ്ഥത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെപ്പോഴും നമ്മൾ മനനം ചെയ്യേണ്ട ഒരു സുഭാഷിതമാണ്. എപ്പോൾ നമുക്ക് അധർമ്മ ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുവോ ആ നിമിഷത്തിൽ ഈ ഒരൊറ്റ ശ്ലോകം നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ വന്നാൽ മതി. എന്തിനാണ് ഈ കള്ളപ്രവർത്തികളെല്ലാം ചെയ്യുന്നത്? രത്നാകരൻ കൊള്ളയിട്ട് തലയറത്തും കൊള്ള അടിച്ച് എന്ന സമ്പത്ത് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊണ്ടുപോയി കൊടുത്ത് അവസാനം സപ്തർഷികളുടെ സാന്നിധ്യത്താൽ സപ്തർഷികൾ ചോദിച്ചു, നീ ഈ ചെയ്യുന്ന ഈ പാപപ്രവർത്തികൾ നിൻ്റെ മക്കളോ നിൻ്റെ ഭാര്യയോ പങ്കിട്ടെടുക്കുമോ എന്ന്. അയാൾ അതുവരെ ധരിച്ചത് താൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ എല്ലാ ഫലവും അവരും കൂടെ പങ്കിടും എന്നാണ്. അതവരോട് ചോദിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്താ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം, അതും മറ്റൊരാളും പങ്കില്ല എന്ന്. ആ ഒരൊറ്റ വാക്ക് കേട്ടപ്പോൾ രത്നാകരൻ്റെ മനസ്സാകെ മാറി. ഇനി ഞാൻ അത്തരത്തിലുള്ള അധർമ്മം ഒന്നും തന്നെ ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ച് രാമനാമം ജപിച്ച് വാൽമീകി മഹർഷിയായി രൂപാന്തരപ്പെട്ടു. ഏത് കൊള്ളക്കാരനിലും ഒരു ഋഷി ഒളിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എല്ലാ കഴിവുകളും ഓരോ മനുഷ്യരിലും അന്തർലീനമായിരുന്നു. സപ്തർഷികളെ കണ്ടുമുട്ടുന്നത് വരെ വെറും കൊള്ളക്കാരനായിരുന്ന ആ രത്നാകരൻ അല്പകാലത്തെ തപസ്സിനു ശേഷം എല്ലാ അറിവുകളും തികഞ്ഞ രാമായണം രചിക്കാൻ കഴിവോടുകൂടിയ ഒരു മുനിയായി മാറുന്നു. അത് പുത്തനായി ആരും കൊണ്ടുവന്നതല്ല, അത് അദ്ദേഹത്തിൽ തന്നെ അന്തർലീനമായി ഉണ്ടായിരുന്നതാണ്. അതിനെ വികസിപ്പിച്ചു. ദുരാചാരങ്ങളെല്ലാം ഇല്ലാതെയാക്കി സദാചാരങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെല്ലാം ഉണർന്ന് പരമാനന്ദത്തിൻ്റെ ഉടമകളായി തീർക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ നമ്മുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കുന്നതും
നമ്മുടെ ജീവിതത്തെ ചീത്തയാക്കുന്നതും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് സാഹചര്യങ്ങളാണ് ഏതൊരു മനുഷ്യനെയും തെറ്റിലേക്കും ശരിയിലേക്കും നയിക്കുന്നത്. ഇതുവരെ കള്ളന്മാരുടെ കൂടെ കൂടിയതുകൊണ്ട് കൊലയും തൊഴിലാക്കി സ്വീകരിച്ച രത്നാകരൻ സജ്ജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് തപസ് സ്വഭാവമാക്കിയപ്പോൾ മഹർഷി ഈശ്വരനായി മാറി. ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം കണ്ട് സംതൃപ്തനായ വാൽമീകി മഹർഷി പിന്നീടുള്ള കാലം മുഴുവൻ താൻ ആ പരമമായ സത്യത്തെ സാക്ഷാത്കരിച്ച ആ ഒരു അവസ്ഥാവിശേഷത്തിൻ്റെ മഹത്വത്തെ ഓർമ്മിച്ചിരിക്കുകയാണ് ചെയ്തത്. ഇന്ന് താൻ എത്തിയിരിക്കുന്ന അവസ്ഥയും മുമ്പ് താൻ ഉണ്ടായിരുന്ന ആ മലത്തിൽ കിടന്നുള്ള കളിയും എത്ര വ്യത്യാസമുണ്ട്. പുഴുവും പൂമ്പാറ്റയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. പുഴുവിനെപ്പോലെയായിരുന്നു രത്നാകരൻ എന്ന കൊള്ളക്കാരൻ. അല്പകാലത്തെ തപസ്സിനു ശേഷം അത് പൂമ്പാറ്റയെപ്പോലെ, അതായത് വാൽമീകി മഹർഷിയായി പൂമ്പാറ്റയെപ്പോലെ പാറിപ്പറന്ന് എല്ലാവരാലും ആദരിക്കപ്പെടുന്ന വ്യക്തിയായി. ആദ്യം എല്ലാവരും ഭയപ്പെട്ടോടുകയും നിന്ദിക്കുകയും വെറുക്കുകയും ചെയ്തിരുന്ന പുഴു സമാനമായ കൊള്ളക്കാരൻ അല്പസമയത്തെ പ്യൂപ്പദശയ്ക്ക് ശേഷം പൂമ്പാറ്റയാകുന്ന ഋഷീശ്വരനായിത്തീരുന്നു. എല്ലാ അറിവുകളും അതോടുകൂടി ഉദയം ചെയ്യുന്നു. ഇതാണ് ഒരു മനുഷ്യനിൽ വന്നു ചേരുന്ന പരിവർത്തനം.